Welcome to the story of second pillar of EV store, technology. Let's go. ഈ സ്റ്റോറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു ടെക്നോളജി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വോളാണ് ദിസ് ചാർജിങ് വോൾ. ഇവിടെ ഒരു ചാർജറിൻ്റെ ഡെമോ വരെ കൊടുത്തിട്ടുണ്ട്. ഇത് 7.2 kW ചാർജറാണ്. ഇത് കസ്റ്റമറിന് ഡയറക്റ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നെ എക്സ്ക്ലൂസീവായിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമാണ് മൂവ് വിത്ത് മീനിങ്. നിങ്ങളുടെ ഓരോ മാറ്റവും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെടുക്കുന്ന ഓരോ ഡിസിഷൻസും ഒരു ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ട് എടുക്കണം എന്നുള്ള രീതിയിലാണ് ഈ കോർണർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മറ്റൊരു വകഭേദം തന്നെ പറയാം. അപ്പോൾ ഈ ചാർജിങ് വോളിലുള്ള ഈ ഡിവൈസിനകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ഒന്ന് പ്ലാൻ യുവർ ട്രിപ്പ്, ഒന്ന് ചെക്ക് യുവർ സേവിങ്സ്. അപ്പോൾ നമുക്ക് പ്ലാൻ യുവർ ട്രിപ്പ് നോക്കാം. ഇതൊരു ട്രിപ്പ് പ്ലാനറാണ്. ഇത് സെലക്ട് ചെയ്താൽ നമുക്ക് ഇതിനകത്ത് നമ്മളുടെ EV മോഡൽസ് ഏതാണ്, വേരിയൻ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇതിനകത്ത് കർവാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ എല്ലാ മോഡൽസും ഉണ്ട്. നെക്സോൺ ഉണ്ട്, ടിഗോർ ഉണ്ട്, ടിയാഗോ ഉണ്ട്, പഞ്ച് ഉണ്ട്, എല്ലാം ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് വെഹിക്കിൾ സെലക്ട് ചെയ്തു, പിന്നെ സോഴ്സ് സെലക്ട് ചെയ്തു. സോഴ്സ് നമുക്ക് കാക്കനാട് കൊടുക്കാം. കാക്കനാട് വന്നു. ഇനി നമുക്ക് ഡെസ്റ്റിനേഷൻ കൊടുക്കാം, ഡൽഹി. എക്സാമ്പിളാണ് ഡൽഹി ഇന്ത്യ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇനി റൂട്ട് കൊടുക്കുകയാണ്, ഗെറ്റ് റൂട്ട്. ഗെറ്റ് റൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ഡൽഹി വരെ പോകുമ്പോൾ എത്ര ചാർജിങ് സ്പോട്ട് ഉണ്ടെന്ന് പ്രോപ്പറായിട്ട് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതൊന്ന് കാണിക്കുക. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ ഡിസ്റ്റൻസ് 2584 കിലോമീറ്ററാണ്. എത്ര സമയം വേണം? 45 hours വേണം. ടോട്ടൽ ചാർജസ് നിയർ ബൈ 237 ചാർജർ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ വരെ എത്തുക. പിന്നെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് 4897 രൂപ മതി. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കാക്കനാട് നിന്ന് ഡൽഹി പോകാനായിട്ട്. ഈ കാർബൺ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഗ്രാംസ് 379687 ഇത്രയും കാർബൺ എമിഷൻ നമ്മൾ സേവ് ചെയ്തിട്ടാണ് ഈ ഡെസ്റ്റിനേഷനിൽ എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി ഇതിൽ നെക്സ്റ്റ് ആയിട്ട് രണ്ടാമത്തെ ഓപ്ഷനിലോട്ട് നമുക്ക് പോകാം. പ്ലാൻ യുവർ ട്രിപ്പ് അല്ലാതെ ഇതിലുള്ള മറ്റൊരു പ്രത്യേകതയാണ് ചെക്ക് യുവർ സേവിങ്സ്. ഞാനൊരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ആവറേജ് ഫ്യൂൽ കോസ്റ്റും എൻ്റെ ഒരു ട്രാവൽ ഡിസ്റ്റൻസും വെച്ചിട്ട് എത്ര കോസ്റ്റ് ഒരു 5 വർഷം കൊണ്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര സേവ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ അതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്യൂൽ കോസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഏകദേശം 105 ആണെന്ന് വിചാരിക്കാം. ഞാൻ സഞ്ചരിക്കുന്ന ഒരു കിലോമീറ്റർ ഏകദേശം ഒരു 65 കിലോമീറ്റർ പെർ ഡേ. ഓക്കെ, ഇനി 5 വർഷം കൊണ്ട് ഞാൻ സേവ് ചെയ്യാൻ പോകുന്ന EVയിലേക്ക് സ്വാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് ഞാൻ സേവ് ചെയ്യാൻ പോകുന്ന എമൗണ്ടാണ് 6,55,493 രൂപ. ഇത്രയും സേവിങ് മാത്രമല്ലാതെ ഞാൻ ഇത്രയും കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യുമ്പോൾ എമിഷൻ വരുന്നത് 17.19 മില്യൺ ഗ്രാംസ് ആണ്. ഇത്രയും കാർബൺ ഡെപ്പോസിറ്റിനെ നമ്മൾക്ക് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കളയണമെന്നുണ്ടെങ്കിൽ ഏകദേശം 159 ഫുൾ ഗ്രോൺ ട്രീസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വണ്ടിയിൽ നിന്ന് EVയിലോട്ട് മാറുമ്പോൾ നിങ്ങൾ സേവ് ചെയ്യുന്ന എമൗണ്ട് കൂടാതെ അത് ഭാവിയിലേക്കുള്ളൊരു സ്റ്റെപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വോളിൽ അവർ ബ്രാൻഡ് ചെയ്തിട്ടുള്ള മൂവ് വിത്ത് മീനിങ്. ഫെൻറ്റാസ്റ്റിക്, റൈറ്റ്? ടെക്നോളജിയിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊരു വോളാണ് കോൺഫിഗറേറ്റർ വോൾ. ഈ വോളിൽ ഇപ്പോൾ കർവ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പല ആംഗിൾസിൽ നിന്ന് നമുക്ക് വെഹിക്കിൾ വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അത് കൂടാതെ പേഴ്സോണ ബേസ്ഡ് കളർ വേരിയൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. പേഴ്സോണ കൂടാതെ എയറോഡൈനാമിക്സ്, അഡാസ് ഫീച്ചേഴ്സ്, അങ്ങനെ ഒട്ടനവധി ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കുറേ എക്സ്പ്ലനേഷൻസ് തന്നെ തരാനായിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. സെപ്പറേറ്റ്ലി ഇതിൻ്റെ റീൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആൻഡ് വി ഹാവ് പെയിൻറ്റ് വോൾ ഓവർ ഹിയർ. എല്ലാ വേരിയൻറ്റിൻ്റെയും പെയിൻറ്റ് കളർ ഓപ്ഷൻസും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് EV സ്റ്റോറിലുള്ള ടെക്നോളജി അപ്ഡേറ്റ്സ്. കാറിൻ്റെ ടെക്നോളജിയെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ അത് ഇതിനേക്കാൾ വളരെ ഗംഭീരമാണ്. സോ നെക്സ്റ്റ്, ദി തേർഡ് ആൻഡ് ഫൈനൽ പില്ലർ, കമ്മ്യൂണിറ്റി, അടുത്ത റീലിൽ കാണാം.